കൂട്ടുകാരെ എല്ലാവർക്കും ടിൻസ് എഡ്യൂക്കേഷൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ 2022 ബുള്ളറ്റ് ജേണലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബുള്ളറ്റ് ജേണലിൻ്റെ കവർ പേജ്. അപ്പോൾ ജാനുവരി തൊട്ടുള്ള മന്തിൻ്റെ പ്ലാനർ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ജാനുവരി മന്തിൻ്റെ പ്ലാനർ ഞങ്ങൾ ചെയ്തതൊന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇനിയുള്ള മന്ത്സിൻ്റെ എല്ലാം പ്ലാനർ ഞങ്ങൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലാനറിൻ്റെ 2022 കവർ പേജ് ആദ്യം കാണാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു കവർ പേജ് കഴിഞ്ഞിട്ട് പിന്നെയാണ് ജാനുവരി മന്തിൻ്റെ പ്ലാനർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു കവർ പേജിൻ്റെ ഏറ്റവും മേലെ തന്നെ 2022 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പ്ലാനർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കോട്ടും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജാനുവരി മന്തിൻ്റെ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത പ്ലാനറിൻ്റെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് 2022 എന്ന് മേലെ എഴുതിയിട്ട് പിന്നെ ജേണലിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പേര് എഴുതാനായിട്ടൊരു ബോക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ പേജിൽ ഞാനൊരു കോട്ട് എഴുതിയിട്ടുണ്ട്. അതിന് നമ്മുടെ ജാനുവരിത്തെ പ്ലാനർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ജാനുവരി മന്തിത്തെ പ്ലാനർ ചെയ്തിരിക്കുന്നത് ഒരു ക്ലൗഡ് തീമിലാണ്. അപ്പോൾ ഞാനവിടെ ജാനുവരി എന്ന് എഴുതിയിട്ട് പിന്നെ ക്ലൗഡൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെയാണ് ഞാൻ കലണ്ടർ എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. നെക്സ്റ്റ് പേജ് വന്നിട്ട് മൂഡ് ട്രാക്കറാണ്. അപ്പോൾ ഇത് മൂഡ് ട്രാക്കറൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ മേലെ ഞാൻ സിമ്പിൾസും കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ കളർ ചെയ്യാനായിട്ട് ഞാനൊരു ക്ലൗഡ് തീമിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അടുത്ത പേജ് ടു ഡു ലിസ്റ്റ് പേജാണ്. അപ്പോൾ ഇതും അങ്ങനെ ഞാൻ ടു ഡു ലിസ്റ്റിന് മേലെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയ ബുക്ക് റാക്കും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന പേജ് വർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പേജാണ്. അപ്പോൾ ഇത് നമുക്ക് സ്കൂളിൽ നിന്ന് വരുന്ന വർക്കൊക്കെ എഴുതി വെക്കാനായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് 3 ദിവസം ക്ലാസ്സിൽ പോയാൽ മതി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പോൾ ആ ദിവസം 2 സബ്ജക്റ്റ് വീതം എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ ഞാൻ എഴുതിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മേലെ ഇതുപോലെ ചെറിയൊരു ക്ലൗഡ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി എഴുതാനുണ്ട്. നെക്സ്റ്റ് പേജ് വന്നിട്ട് ഹാബിറ്റ് ട്രാക്കർ പേജാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഈ മാസത്തിൽ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു മഴത്തുള്ളികൾ വന്നിട്ട് അതിനകത്താണ് ഞാൻ കളർ ചെയ്യുന്നത്. നെക്സ്റ്റ് ലിസ്റ്റ് ചാർട്ട് പേജാണ്. പിന്നെ അത് ഞാൻ ഗോൾസ് ഓഫ് ദി മന്തും പിന്നെ മെമ്മറീസാണ് എഴുതി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാസത്തിൽ ചെയ്ത് തീർക്കാനുള്ള ഗോൾസ് ഓഫ് ദി മന്ത് അതിനകത്ത് എഴുതും. പിന്നെ നമുക്കിത് ഈ മാസത്തിൽ ഓർക്കാനുള്ള കുറച്ച് കാര്യങ്ങളും മെമ്മറീസിലും എഴുതും. പിന്നെ ഹാബിറ്റ് ട്രാക്കർ എനിക്ക് ഈ പേജിലും കൂടെ എഴുതേണ്ടി വന്നു. മറ്റേ പേജിൽ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ഈ പേജിലും കൂടെ ഹാബിറ്റ് ട്രാക്കർ എഴുതിയിട്ടുണ്ട്. അടുത്തത് ഗൂഗിൾ മീറ്റ് ചാർട്ടാണ്. ഇപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് വരുന്ന ദിവസങ്ങൾ എഴുതിയിട്ട് അതൊന്ന് ഓർത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേജും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ജനുവരിയിലെ എൻ്റെ പ്ലാനറിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാനർ നോക്കാം. ഇതാണ് എൻ്റെ ജാനുവരി മന്തിൻ്റെ കവർ പേജ്. അപ്പോൾ ഇതിൽ ഏറ്റവും മേലെ തന്നെ ഞാൻ ജാനുവരിയിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ചെറിയൊരു കോട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു മന്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡോണറ്റ് തീമിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡോണറ്റ്സും സൈഡിലൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജ് നമ്മുടെ കലണ്ടർ പേജാണ്. കലണ്ടർ പേജിൽ നമ്മുടെ ഈ ഒരു മന്തിലെ കലണ്ടർ നമ്മൾ വരച്ചിട്ട് അടിയിൽ ചെറിയ ഓൾ ഡേയ്സ് മേക്ക് യുവർ ബെസ്റ്റ് എന്ന് പറഞ്ഞ കുഞ്ഞു കോട്ടും പിന്നെ ഇവിടെ ജനുവരി 2022 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡോണറ്റ്സിൻ്റെ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. ഓരോ ഡേയ്സ് കഴിയുമ്പോഴും നമ്മളവിടെ ഇൻറ്റു മാർക്ക് ചെയ്യുന്നുണ്ട് ഓരോ ഡേയ്സും കഴിഞ്ഞിട്ട്. പിന്നെ അവിടെ ഒരു വലിയ ഡോണറ്റും പിന്നെ ഏറ്റവും മേലെ കുറച്ച് ഡോണറ്റ്സ് ഒക്കെ വരച്ചിട്ടുണ്ട്. അടുത്ത പേജ് ലിസ്റ്റ് ബോർഡാണ്. ലിസ്റ്റ് ബോർഡിൽ നമ്മൾ മറ്റേ പ്ലാനറിൽ കണ്ട പോലെ തന്നെ ഗോൾസും മെമ്മറീസും ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോൾസിന് ഒരു ബോക്സും മെമ്മറീസിന് ഒരു ബോക്സും വരച്ചിട്ട് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാനുള്ള ഒരു പേജ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ഒരു ഡോണറ്റ് കൂടി വരച്ചിട്ടുണ്ട്. പിന്നെ ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കറിൽ കംപ്ലീറ്റ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഞാൻ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ മൂഡ് ട്രാക്കർ വലിയൊരു ഡോണറ്റ് വരച്ചിട്ട് അതിനകത്ത് ചെറിയൊരു ബോൾസ് പോലെ ഷുഗർ ബോൾസ് പോലെ വരച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണോ മൂഡ് അതുപോലെ പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു കോട്ടും താഴെ എഴുതിയിട്ടുണ്ട് ഹാപ്പി ജസ്റ്റ് ബിക്കോസ് എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ പ്ലാനറിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഇവിടെയും വർക്ക് ലിസ്റ്റ് ഉണ്ട്. വർക്ക് ലിസ്റ്റ് ഞാൻ ഇതുപോലെ ബോക്സ് ആക്കി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സൈഡിൽ കുറച്ച് ഡോണറ്റിൻ്റെ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്.
അടുത്തത് എൻ്റെ ലാസ്റ്റ് പേജാണ്, ലാസ്റ്റ് ഒരു വർക്ക് പേജാണ്. അത് ടു ഡു ലിസ്റ്റാണ്. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ എഴുതാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചില ദിവസം ചെയ്യാനുണ്ടാവില്ല, ചില ദിവസം എഴുതാനുണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വരച്ചാൽ പിന്നെ നമുക്കിനി ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും കൂട്ടി ചേർക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ടു ഡു ലിസ്റ്റ് കൊടുത്തത്. ടു ഡു ലിസ്റ്റ് എന്ന് എഴുതിയിട്ട് അന്നത്തെ ഡേറ്റ് ഇട്ട് ടു ഡു ലിസ്റ്റ് എഴുതുകയാണ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ടു ഡു ലിസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ജാനുവരി പ്ലാനർ. ഇതാണ് ഞങ്ങളുടെ ബുള്ളറ്റ് ജേർണലും പ്ലാനറൊക്കെ. അപ്പോൾ ജാനുവരി മന്തിലെ പ്ലാനർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മന്തിൻ്റെയൊക്കെ പ്ലാനറൊക്കെ റെഗുലറായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം, എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു, ബൈ ബൈ.